റാങ്ക് നേടാൻ പഠിക്കുമ്പോൾ നമ്മൾ പഴുതടച്ച് തന്നെ പഠിക്കണം. പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ എക്സാംസിൽ. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കറണ്ട് അഫയേഴ്സിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അവിടെ നിന്നും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികമാണ്. പോക്സോ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. നമ്മുടെ സിലബസിൽ ഡിഗ്രി ലെവലിൽ പല പരീക്ഷകൾക്കും എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതല്ലെങ്കിൽ പോലും കറണ്ട് അഫയേഴ്സിൽ ഇതിനെപ്പറ്റി പല കാര്യങ്ങൾ വന്നു നിൽപ്പുണ്ട്. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലാത്ത പരീക്ഷകൾക്കാണെങ്കിൽ പോലും ഇവിടെ നിന്നും ഇനി വരാൻ പോകുന്ന എക്സാംസിന് ചോദ്യങ്ങൾ ചോദിക്കാം. ബിക്കോസ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കണ്ടന്റ് ഇപ്പൊ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് വളരെ റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയതാണ്. ആ ക്ലാസ് നോട്ട്സ് എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഓക്കെ. ഡെയിലി രാവിലെ അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റുകളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് തരുന്ന മൈക്രോ ക്ലാസ്സസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കേട്ടോ. അപ്പൊ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് അങ്ങ് പോവുകയാണ്. പോക്സോ. എന്താണ് പോക്സോ നിയമം എന്ന് പറയുന്നത്? എന്താണ് പോക്സോ ആക്ട്? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ അല്ലെ? കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിനെ തടയിടാൻ വേണ്ടിയുള്ള ഒരു നിയമം 2012 കൊണ്ടുവന്ന നിയമമാണ് പോക്സോ എന്ന് പറയുന്നത്. ഇതിനകത്ത് പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉള്ള സ്കോപ്പ് ഉണ്ട്. സി റേപ്പ് ആണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ പറയാറുണ്ട് ഒരു പുരുഷനാണ് സ്ത്രീയെ റേപ്പ് ചെയ്യുക, സ്ത്രീക്ക് ഒരിക്കലും പുരുഷനെ റേപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പോക്സോ ആക്ടിനെ നോക്കി കാണേണ്ടത്. പോക്സോ ഒരു ജെൻഡർ ന്യൂട്രൽ നിയമമാണോ? ഇപ്പൊ റേപ്പ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള നിയമമാണ് അല്ലെ? പക്ഷെ പോക്സോ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള പ്രൊട്ടക്ഷൻ നിയമമാണോ? അല്ല. പോക്സോ ഒരു ജെൻഡർ ന്യൂട്രൽ നിയമമാണ്. കുട്ടികളായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് ബാധകമാണ്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് മറ്റൊരു ഡയമെൻഷൻ ഉണ്ട്. ഇത് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ക്രൈം ചെയ്യുന്ന ആളിന്റെ ജെൻഡറിന് ഇപ്പം ഒരു റേപ്പ് കേസ് അല്ലെ, നമ്മളിപ്പോ ഇതാ ഡിസ്കസ് ചെയ്യും അല്ലെ? സെക്ഷൻ 63 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 63 പൊതുവെ റേപ്പ് കേസുകൾ വരുന്നത്. ഇത് ഒരു പുരുഷന് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്രൈമാണ്, ഒരു സ്ത്രീക്കെതിരായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രൈമാണ് അല്ലെ? പക്ഷേ പോക്സോ എന്ന് പറയുന്നത് ഇവിടെ ഒരു കുറ്റം ചെയ്യുന്ന വ്യക്തി സ്ത്രീയോ പുരുഷനോ ആവാം. ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി അവിടെയും വരുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വിക്ടിം സ്ത്രീയോ പുരുഷനോ ആവാം, അതുപോലെ കുറ്റം ചെയ്യുന്ന വ്യക്തിയും സ്ത്രീയോ പുരുഷനോ ആവാം. അതാണ് പോക്സോ ജെൻഡർ ന്യൂട്രൽ നിയമമാണെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അടുത്ത കാലത്ത് വന്നൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ബിക്കോസ് ഒരു സ്ത്രീക്കെതിരായിട്ട് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അതായത് സ്ഥിരം ചോദ്യമാണല്ലോ സെക്ഷൻ 3 ഓഫ് പോക്സോ, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. ഒരു സ്ത്രീക്കെതിരായിട്ട് ഒരു കുട്ടിയെ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് നടത്തി എന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നു. ഈ സ്ത്രീ കോടതിയിൽ പോവുകയാണ്. അതായത് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ചെയ്യാൻ സ്ത്രീക്ക് പറ്റുമോ? അത് പുരുഷന് മാത്രമല്ലേ പറ്റുള്ളൂ? ചോദ്യം ഒന്നാമത്തെ അതാണ്. മാത്രമല്ല പോക്സോയിലെ സെക്ഷൻ 3 പറയുന്ന ഒരു കാര്യമുണ്ട്, ഹി എന്നാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഹി. അപ്പൊ പുരുഷനല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ത്രീക്ക് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഈ ഒരു ചാർജ് നിലനിൽക്കുമോ എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ അവർ പോയി. പക്ഷെ കോടതി പറഞ്ഞു നിലനിൽക്കും. ബിക്കോസ് സെക്ഷൻ 3 അതിനകത്താണല്ലോ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിനെ പറ്റി പറയുന്നത്. ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ സാധാരണ സെക്ഷൽ പെനിട്രേറ്റീവ് അസാൾട്ട് മാത്രമല്ല, ഇതിനകത്ത് ഇലക്ട്രോണിക്സ് മീൻസ് ആവാം, ഡിജിറ്റൽ സെക്ഷൽ പെനിട്രേഷൻ ആവാം, അതല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള സെക്ഷൽ പെനിട്രേഷൻ ആവാം. അത് സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കേസുകളിൽ ഈ ഒരു ക്ലോസ് സ്ത്രീക്കെതിരായിട്ടും ഉപയോഗിക്കാം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ പോക്സോ ആക്ടിനകത്ത് ഈ നിയമം വിശദീകരിക്കുന്ന സെക്ഷനിൽ ഹി പുരുഷൻ ചെയ്യുന്നുള്ള രീതിയിലല്ലേ പറയുന്നത്. അതിനും നമുക്ക് ന്യായമുണ്ട്. ബിക്കോസ് ജനറൽ ക്ലോസസ് ആക്ട് 1897 എന്നൊരു ആക്ട് ഉണ്ട്. ഇതൊക്കെ ഇപ്പം ഹിന്ദു ന്യൂസ് പേപ്പറിനകത്ത് വന്ന കണ്ടന്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഏറ്റവും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഈ ജനറൽ ക്ലോസസ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങളെ വ്യാഖ്യാനിക്കാൻ, ഇന്റർപ്രറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നിയമമാണ്. ഇതിൽ സെക്ഷൻ 13 സബ്സെക്ഷൻ 1 ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നത്, ഒരു നിയമത്തിനകത്ത് പ്രോനൗൺ ആയിട്ട് ഹി എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സ്ത്രീകളെ ഉൾപ്പെടുത്താം, അൺലെസ് ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻഡ്. ഇപ്പൊ പോക്സോ ആക്ട് പല സ്ഥലത്ത് ഹി എന്നാണ് പറയുന്നത് കുറ്റം ചെയ്ത ആളെ.
പക്ഷേ ജനറൽ ക്ലോസ് ആക്ടിനകത്ത് പറയുന്ന ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് ആ ഹി എന്ന് പറയുന്നതിനെ ഷീ എന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടോ അല്ലെ, BNS സെക്ഷൻ 63 ഇതിനകത്ത് ഹി എന്ന് പറഞ്ഞാൽ ഹി മാത്രമേ, പുരുഷനെ മാത്രമേ ഈ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊനൗൺ അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഹി എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതിനകത്ത് ഷീ വരില്ല എന്ന് പറയുന്നില്ലല്ലോ, എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ലല്ലോ. അപ്പോൾ ഷീയും അതിനകത്ത് വരും. അപ്പൊ സ്ത്രീയും പുരുഷനും ഒരേ രീതി നമുക്ക് ഈ ഒരു ആക്ട് അവർക്കെതിരായിട്ട് യൂസ് ചെയ്യാമെന്ന് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഇവന്റെ ഐഡിയ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? അസേർഷൻ റീസണിങ് ക്വസ്റ്റൻ ആയിരിക്കും. അസേർഷൻ ഇത്, റീസൺ ഇത് അല്ലെ. പോക്സോ ആക്ടിനെ സംബന്ധിച്ച് ജെൻഡർ ന്യൂട്രാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇവിടെ പെർപെട്രേറ്റർ അതായത് കുറ്റം ചെയ്യുന്ന ആള്, വിക്ടിം, ഇവിടെ രണ്ടുപേർക്കും രണ്ടിടത്തും ജെൻഡർ ന്യൂട്രൽ ആണ്, സ്ത്രീയോ പുരുഷനോ ആവാൻ നോ പ്രോബ്ലം. ഇതിന്റെ ഐഡിയ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ സെക്ഷൻ 3 ഓഫ് പോക്സോ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അതിനകത്ത് ഡിജിറ്റൽ ഒബ്ജക്ട് പെനിട്രേഷനും ഓറൽ പെനിട്രേഷനും ഒക്കെ അതിനകത്ത് ബാധകമാണ്, നോട്ട് ഓൺലി പിനൈൽ പെനിട്രേഷൻ അല്ലെ. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇവിടെ ഈ ഒരു നിയമം, ഈ റേപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെക്ഷൽ പെനിട്രേഷൻ സ്ത്രീക്കെതിരായിട്ടും ചാർജ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ബിക്കോസ് കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോൾ അത് തെറ്റാന്ന് നമുക്ക് തോന്നും, പക്ഷേ ഈ ആക്ടിന്റെ ഇന്റർപ്രിട്ടേഷൻ വെച്ച് ആലോചിക്കുമ്പോൾ ഇറ്റ് ഇസ് റൈറ്റ്. അതുകൊണ്ട് തന്നെ കോടതി അവരുടെ ആവശ്യം തള്ളി. ഇതുമായി നിങ്ങൾ ചേർത്ത് പഠിക്കേണ്ടത് സെക്ഷൻ 63 ഓഫ് ഭാരതീയ ന്യായ സംഹിതയാണ് അല്ലെ. പഴയ IPC സെക്ഷൻ 375 അല്ലെ, ഇന്ത്യൻ പെൻകുല പഴയ 375 ഈ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഇതൊരു ജെൻഡർ ന്യൂട്രൽ ക്ലോസ് അല്ല. കാരണം ഇതിനകത്ത് എ മാൻ, അതായത് ഈ ഇവിടെ റേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മാൻ പെർഫോമിങ് സർട്ടൻ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എഗെയിൻസ്റ്റ് എ വുമൺ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു പുരുഷൻ സ്ത്രീക്കെതിരായിട്ട് ചെയ്യുന്ന ക്രൈമാണ് ഇതിനകത്ത് റേപ്പ് എന്ന് കൃത്യമായി പറയുന്നത്. പക്ഷെ പോക്സോയിൽ അങ്ങനെയല്ല. അവിടെ പെർപെട്രേറ്റർ ഇറ്റ് ക്യാൻ എയ്തർ ബി മാൻ ഓർ എ വുമൺ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കണം. ഒരു പ്രാവശ്യം പഠിച്ചിട്ട് കാര്യമില്ല, ന്യൂസസ് വായിക്കുക, അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക. ഇത്തരത്തിൽ അപ്ഡേറ്റഡ് ആയിട്ട് റീസെന്റ് ട്രെൻഡ് അനുസരിച്ച് PSC പാറ്റേണിനകത്ത് എന്താ പറയുക വരുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലായി PSCയുടെ പൾസ് അറിഞ്ഞ് പഠിക്കാന്ന് പറയില്ലേ, അതിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് യൂസ് ചെയ്യാവുന്നതാണ്. സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മുതലായ KS ഡിഗ്രി ലെവൽ ബാച്ചസും ഉണ്ട്, 10th +2 ലെവൽ ബാച്ചസും ഉണ്ട് കേട്ടോ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാച്ച് വളരെ അഫോർഡബിൾ, വെറും 500 rupees മാത്രമാണ് അതിന്റെ ഫീസ് വരിക. ഫീസ് മാത്രമാണ് കുറവ്, പക്ഷേ ക്ലാസ്സസ് എല്ലാം ഹയസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ ആയിരിക്കും. സോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ കമന്റ് സെക്ഷൻ ഷെയർ ചെയ്യുക. പോക്സോ ആക്ടിനെ സംബന്ധിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഒരു അടിപൊളി ഇൻഫർമേഷൻ അവിടെ ഷെയർ ചെയ്യുക. ബിക്കോസ് നമ്മളൊരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഷെയർ ചെയ്ത് നമുക്ക് പഠിക്കാം, ആഴത്തിലുള്ള അറിവ് നേടാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.